ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. എൻ്റെ ചാലക്കുടിയിലുള്ള സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലോട്ടാണ് പോകുന്നത്, കണ്ണൂരിലോട്ട് പോകുന്നതിന് പകരം. ബിക്കോസ് കൊച്ചിയിൽ ഞങ്ങൾ കറങ്ങാൻ പോവുകയാണ്. അപ്പോൾ കൊച്ചിയിൽ കറങ്ങാൻ പോകുന്നതിൻ്റെ ഒരു വ്ളോഗായിട്ടാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടി തന്നെ ചേർത്തുള്ള ബെല്ലൈക്കൺ കൂടി ഞെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അധികം വേഗം തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഗൈസ്, ഞങ്ങൾ ചെറിയ ഒരു കമ്പൈൻഡ് ഫ്രൂട്ട്സ് ആൻഡ് ടീ സ്റ്റാൾ എന്നുള്ളൊരു കടയിൽ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കയറിയേക്കാണ്. ജസ്റ്റ് ഒരു ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി. ഞങ്ങളിന്ന് രാവിലെ ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ടൈം 7:10 ആയി. ഞങ്ങളുടെ ട്രെയിൻ വരാൻ പോകുന്നത് 7:30ക്കാണ്. അപ്പോൾ 20 മിനിറ്റ്സ് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അപ്പം എനിക്ക് ഇങ്ങനത്തെ പാൽ വെച്ചുള്ള സാധനമേ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വല്ല ബിങ്കോ വാങ്ങിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. ഞങ്ങൾ വിചാരിക്കുന്ന ട്രെയിനല്ല ഇനി പോകാൻ പോകുന്നത്. അതിന് മുന്നേ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം അതിന് പോകാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ എഴുന്നേറ്റപ്പോൾ ലേറ്റായി പോയതുകൊണ്ട് ഞങ്ങൾ വേറെ ട്രെയിന് കയറാമെന്ന് വിചാരിച്ചായിരുന്നു. ഞങ്ങൾ ആദ്യം വിചാരിച്ച ട്രെയിൻ ഏതാണോ ആ ട്രെയിൻ തന്നെയാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. ഗൈസ്, ഞങ്ങൾ പോകാൻ വിചാരിക്കുന്ന ട്രെയിൻ എത്തി. അധിക സമയം സ്റ്റോപ്പൊന്നുമില്ല, അധികം തിരക്കൊന്നുമില്ല കേട്ടോ. വേഗം കയറിക്കും. ഗൈസ്, ഞങ്ങളിപ്പോൾ ആലുവ സ്റ്റേഷനിലാണുള്ളത്. ഇനി ആലുവ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ മെട്രോയിലാണ് കയറി പോകാൻ പോകുന്നത്. ഞാൻ ഇതുവരെയായിട്ട് മെട്രോയിൽ കയറിയിട്ടില്ല. മെട്രോയിൽ കയറിയിട്ടുണ്ട്, പക്ഷെ എന്നാലും പണ്ടാണ് ഞാൻ കുറേ കാലം മുന്നേ ബാംഗ്ലൂരിൽ ഒരു ദിവസം ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ കയറിയിട്ടേ ഇല്ല. ആ സമയത്ത് എനിക്ക് എനിക്ക് 5 വയസ്സെങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എനിക്ക് 13 വയസ്സായി. മീൻസ് 8 വർഷത്തിന് ശേഷമാണ് ഞാൻ മെട്രോയിൽ കയറാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നത് ഗുരുവായൂർ മധുരൈ ട്രെയിനാണ് വന്നത്. ഞങ്ങൾ വിചാരിച്ച അലോപ്പി ട്രെയിൻ കയറാമെന്ന്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഈ ട്രെയിനാണ് കിട്ടിയത്. ഞങ്ങൾ ആദ്യം വിചാരിച്ച ഈ ട്രെയിൻ വരാമെന്നാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ എഴുന്നേറ്റ് ലേറ്റായി പോയായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഈ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ട്രെയിൻ തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇറങ്ങിയിട്ട് ഞങ്ങളിനി പുറത്തുള്ള ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് ട്രെയിനിൻ്റെ അകത്തുനിന്ന് വീഡിയോസ് എടുക്കാത്തതെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. മീൻസ് ഭയങ്കര ആൾക്കാരുണ്ടായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ട്രെയിനിൻ്റെ അകത്തുനിന്ന് വീഡിയോ ഒന്നും എടുക്കാത്തത്. ഇനി ഞാൻ വിചാരിക്കുന്നത് മെട്രോയിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്നാണ്. അതുകൊണ്ട് നമുക്ക് കയറാം. അപ്പോൾ ഞങ്ങൾ ഒരു ഓട്ടോയിലാണുള്ളത്. ഓട്ടോയിൽ കയറിയാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് മെട്രോയിലിട്ട്. 1 കിലോമീറ്ററാണ് കേട്ടോ ഇവിടെ ആലുവ സ്റ്റേഷൻ എന്നുള്ളത്. നമുക്ക് കയറാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇവിടെ ആലുവ മെട്രോ സ്റ്റേഷനിലെത്തി. ഇവിടെ മക്ഡൊണാൾഡ്സ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഗായ്സ് ഒരു മക്ഡൊണാൾഡ്സ് കാണുന്നത്. ഞങ്ങളുടെ കണ്ണൂരിലൊന്നും ഇങ്ങനത്തെ ഒരു സാധനമേ ഇല്ല ഗായ്സ്. ഒരു സാധനം കാണാൻ കൂടി കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ കയറാൻ പോവുകയാണ്. അല്ല, മക്ഡൊണാൾഡ്സ് അല്ല, മെട്രോ സ്റ്റേഷനിലോട്ട് കയറാൻ പോകും. നമുക്ക് കയറാം. ഇവിടെ നമുക്ക് കാർ പാർക്കിങ്ങും പിന്നെ ഫീഡർ ബസ്സും അങ്ങനെ പലവിധ സാധനങ്ങളുണ്ട്. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ കാണാനൊക്കെ. ആലുവ സ്റ്റേഷനിൽ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. ഒലീവിയ സിൽവർ എന്തൊക്കെയോ അതൊക്കെ കയറും. ഇവിടെ 2 സെക്ഷനാണുള്ളത് ഗൈസ്. ഇവിടെ എൻട്രൻസ് ബിയും ഉണ്ട്, എൻട്രൻസ് എയും ഉണ്ട്. അപ്പോൾ ഇൻഫോർമേഷൻ ബോർഡ് നോക്കട്ടെ. അപ്പോൾ ഇവിടെ കുറേ സ്റ്റേഷനുണ്ട്. ആർക്കറിയാം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. നമുക്ക് മര്യാദയ്ക്കുള്ള റൂട്ടിൽ കൂടെ പോവാം. ഇവിടെ ഇതുണ്ട്, എസ്കലേറ്റർ ഉണ്ട്. എസ്കലേറ്റർ കയറി പോവാം നമുക്ക്. എനിക്ക് എന്താണെന്നറിയത്തില്ല, എസ്കലേറ്റർ പണ്ട് മുതലേ ഒരു വീക്ക്നെസ്സാണ്. എനിക്ക് എസ്കലേറ്റർ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എവിടെ നിൽക്കണ്ടേന്നുള്ളത്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും എനിക്ക് റൂൾസ് ഫോളോ ചെയ്യുന്ന ഇഷ്ടമേ അല്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ വെറുതെ നിൽക്കുകയാണ്. ഗൈസ്, ഞങ്ങളുടെ കാർഡ് ഇതാണ്. ഞങ്ങളെ കാർഡ് കാണിച്ചു കഴിഞ്ഞിട്ട് മൊത്തം ഞങ്ങൾക്ക് കറങ്ങാൻ വേണ്ടിയുള്ള കാർഡാണ്. അപ്പോൾ 4 പേർക്ക് 4 ടിക്കറ്റ്, 4 കാർഡ് വെച്ച് വാങ്ങിച്ചു.
അപ്പോൾ ഞങ്ങൾ ആലുവ സ്റ്റേഷനിൽ കയറി. അപ്പം ഇതാണ് ഞങ്ങളുടെ 4 കാറുകൾ. ഗായ്സ്, നമ്മൾ എടപ്പള്ളിയിലെത്താൻ പോവുകയാണ്. അപ്പോൾ എടപ്പള്ളിയിലെത്തി. ഇതാണ് അപ്പുറത്ത് നമുക്ക് ലുലു കാണാം കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മൾ പുറത്തിറങ്ങിയിട്ട് ലുലു മാൾ. ഇവിടെ പി വി ആറും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങി കാണാം. നമ്മൾ എടപ്പള്ളി എത്തി. നമുക്ക് എടപ്പള്ളിയിലോട്ട് കയറാം. കടവന്ത്ര. ഇനി അടുത്ത സ്റ്റേഷൻ വരുന്നത് ചങ്ങമ്പുഴയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഇറങ്ങി ഗായ്സ്, ഇറങ്ങി. അപ്പോൾ നമ്മൾ കയറിയ മെട്രോൻ്റെ പേര് മന്ദാകിനി എന്നായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് മെട്രോയ്ക്കൊക്കെ ഇതേപോലെ പേര് വയ്ക്കുന്നതൊക്കെ കാണുന്നത് കേട്ടോ ഗായ്സ്. എനിവേ നമുക്ക് താഴോട്ട് ഇറങ്ങാം. ഞങ്ങൾ ആദ്യം തന്നെ ഇപ്പോൾ ഭയങ്കര നേരത്തെ ആയതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ ഇവിടെയല്ല കയറാൻ പോകുന്നത്. ലുലു കയറുന്നില്ല. ലുലു ചിലപ്പോൾ തുറക്കാൻ വഴിയല്ലേ ഇത്രയും നേരത്തെ. അതുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ളൊരു പള്ളിയിലാണ് കേട്ടോ പോകുന്നത്. നമ്മൾ ഇവിടെ എസ്കലേറ്റർ ഉണ്ട് കേട്ടോ ഗൈസ്, എടപ്പള്ളിയിൽ. നമുക്ക് താഴോട്ട് പോകാം. അപ്പം ഞങ്ങൾ ഈ അംബിസ്വാമീസ് എന്നുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുള്ളത്. ഇതാണ് അംബിസ്വാമീസ് വെജിറ്റേറിയൻ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ നമുക്ക് ലുലു മോള് കാണാം കേട്ടോ. ഇതാണ് ലുലു മോൾ. അപ്പോൾ നമ്മൾ, എനിക്ക് തോന്നുന്നത് തുറന്നിട്ടില്ലെന്ന്, ഞങ്ങൾ ഇതിലേക്ക് അങ്ങോട്ട് പോയില്ല. എന്തായാലും നമുക്ക് അവിടെ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ടോക്കൺ എടുക്കണം. അതിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ കയറിയിട്ട് ഞാനും അപ്പയും മസാല ദോശയായിരുന്നു വാങ്ങിച്ചത്. പിന്നെ അമ്മയും കിച്ചും പൂരിയായിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ പൂരിക്ക് ലൈക്ക് നമ്മുടെ കണ്ണൂരിലൊന്നും ഇതേപോലെ എന്തോ ഒരു ടൈപ്പ് കറിയായിരുന്നു. ബാജിക്കറി തന്നെയായിരുന്നു. പക്ഷെ എന്നാലും ആ ബാജിക്കറീനകത്ത് ലൈക്ക് കുറേ പരിപ്പൊക്കെ ഇട്ടുണ്ടാക്കിയതായിരുന്നു. അത് ചിലപ്പോൾ ഈ ഹോട്ടലിൻ്റെ കുഴപ്പമാണോ അതോ കൊച്ചിയിലെ ക്യുസീൻ എങ്ങനെയാണോ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എനിക്കെന്തോ അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മസാല ദോശ കുഴപ്പമില്ലായിരുന്നു. മസാല ദോശ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് കഴിച്ചു നോക്കട്ടെ. അപ്പോൾ ഞങ്ങൾ അംബിസ്വാമീസ് ഇറങ്ങിയിട്ട് ഡയറക്റ്റ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സെൻറ്റ് ജോർജ് കത്തീഡ്രലിലോട്ടായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുർബാന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം പഴയ പള്ളിയിലാണ് കയറിയത്. അതിൻ്റെ മേലെയായിട്ട് ഇതിൻ്റെ പുതിയ പള്ളിയും പണിതിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് കയറാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് കയറിയിട്ട് എല്ലാം കണ്ടിട്ട് ഇറങ്ങി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ എല്ലാം കണ്ടിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ പുതിയ പള്ളിയിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ അത് പുറത്തുനിന്ന് തന്നെ കാണാൻ വേണ്ടി ഭയങ്കര വലുതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ പള്ളി വരുന്നത്. അതിൻ്റെ മേലെയുള്ള ഈശോനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ പറയുന്നത് കേട്ട് ഇതിൻ്റെ അകത്തുള്ള ഇൻറ്റീരിയറെല്ലാം ഭയങ്കര ലക്ഷറീസ് ആൻഡ് പ്രീമിയമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ അകത്ത് കണ്ടപ്പോഴത്തേക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഇൻറ്റീരിയറാണ് ഇതിന് വരുന്നതെന്ന്. അപ്പോൾ നല്ല ഹാർഡ് വർക്ക് ഇട്ട് നല്ല വർക്കാണ് ഇതിൻ്റെ ബോൾസിനെല്ലാം കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ. സാധാരണ പള്ളിയിലെല്ലാം ഈശോ ക്രോസിലുള്ളതാണ് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ എന്നാൽ ഇവിടെ ഈശോ പറന്ന് വരുന്ന ടൈപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. 3 ദിവസം കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേറ്റതിൻ്റെ ആണ് ഏറ്റവും മുന്നിൽ കൊടുത്തിട്ടുള്ളത്. സാധാരണ ക്രോസ് ആണ് കൊടുക്കാറുള്ളത്. പക്ഷെ എന്നാലും ഇവിടെ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല വലിയ തന്നെ ഒരു ഡോമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടു കാണും. പിന്നെ ഞാനിപ്പോൾ നേർച്ച കൊടുത്തിട്ട് ഇപ്പം ഞാൻ തിരിച്ചു വരികയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അടുത്തായിട്ട് ഞങ്ങൾ പോയത് പാലാരിവട്ടത്തുള്ള ഡൈക്കിഡ് സ്മാർട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, ഡൈക്കിഡ് സ്മാർട്ട് ഇവരുടെ ഫസ്റ്റ് ആൻഡ് ഓൺലി ഔട്ട്ലെറ്റാണ്. ഇത് കൊച്ചിയിലാണ് കേട്ടോ തുറന്നിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഏറ്റവും മെയിൻ ഐക്കോണിക്കായിട്ട് ഇവരുടെ യുണീക്കായിട്ടുള്ള ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇവർ
നല്ല ചീപ്പായിട്ടുള്ള വിലയിൽ. നമ്മൾ പക്ഷേ ഓൺലൈനിലല്ലാതെ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വില കൂടുതലുള്ള സാധനങ്ങൾ ലൈക്ക് കൊറിയൻ ക്യൂട്ട് സ്റ്റേഷനറി പ്രോഡക്റ്റ്സ്, അതേപോലെ തന്നെ ഗിഫ്റ്റുകൾ, അതെല്ലാം ഇവിടെ നല്ല ചീപ്പ് വിലയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൺലൈനിലുള്ള പോലെ തന്നെ നല്ല ചീപ്പായിട്ടാണ് ഇവിടെ എല്ലാ ഐറ്റംസ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് സ്റ്റെയിൻലി കപ്സ് പോലത്തെ കപ്പുകൾ കിട്ടും, അതേപോലെ തന്നെ സ്റ്റേഷനറി ഐറ്റംസ്, സ്റ്റിക്കേഴ്സ്, ജേർണൽ സപ്ലൈസ്, ഡയറീസ്, പിന്നെ സ്പൂൺസ്. ഇപ്പോൾ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കും സ്പൂൺസ്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരു മസ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾ കൊച്ചിയിൽ കറങ്ങാൻ വരുവാണെങ്കിൽ എന്തായാലും ഇവിടെ ഒന്ന് വന്നിട്ട് തന്നെ പോകണം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിന് ശേഷം ഞങ്ങൾ പാലാരിവട്ടത്തു നിന്ന് നേരെ എടപ്പള്ളിയിലോട്ട് വീണ്ടും പോയി. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇനിയിപ്പോൾ ലുലു മോളിലോട്ടാണ് കേട്ടോ ഞങ്ങൾ കയറാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ലുലു മോൾ, ഇത്രയും വലിയൊരു ലുലു മോളിൽ കയറുന്നത്. ലുലു മോളിൽ ഇതിനു മുന്നേ ഞാൻ കയറിയിട്ടുണ്ട്. ഞാൻ കോഴിക്കോടിലെ ലുലു മോളിൽ പോയിട്ടുണ്ട്. പക്ഷേ കൊച്ചിയിലെ ലുലു മോളിൽ ഞാൻ ഫസ്റ്റ് വിസിറ്റാണ്. അപ്പോൾ ഞങ്ങൾ നേരെ മെട്രോന്ന് ഉള്ള എൻട്രിയിലാണ് കയറിയത്. ഞങ്ങൾക്ക് പിന്നെ ഇവിടെ അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ട്രെയിന് ആലുവയിൽ ഉച്ചയ്ക്കായിരുന്നു. ഇപ്പം തന്നെ ഒരു 12 മണി ഒക്കെ ആയി. അപ്പോൾ ഞങ്ങളുടെ 1 മണി ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ഞങ്ങളുടെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ജസ്റ്റ് തേർഡ് ഫ്ലോർ പോലും, ഞങ്ങൾ തേർഡ് ഫ്ലോറല്ല, സെക്കൻഡ് ഫ്ലോറാണ് ഈ ലൈക്ക് മെട്രോയിലേക്കുള്ള എൻട്രി വരുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ഫ്ലോർ പോലെ ഞങ്ങൾക്ക് മൊത്തം കറങ്ങി കാണാൻ പറ്റിയില്ല. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ നേരെ ഇവിടുന്ന് മേലേക്കാണ് പോയത്. തേർഡ് ഫ്ലോറിൽ ഫൺ ടൂറ വരുന്നുണ്ട്, പിന്നെ ഫുഡ് കോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് മേലെ ഒന്ന് കയറി, ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് നോക്കുന്നല്ലാതെ ഞങ്ങൾ അകത്തോട്ടൊന്നും കയറിയില്ല, ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട്. പിന്നെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ കയറിയത്. പിന്നെ ഇവിടെ നല്ല കുറേ ബ്യൂട്ടി പ്രൊഡക്ട്സ്, അതേപോലെ തന്നെ ന്യൂ ബോൺ പ്രൊഡക്ട്സ്, ഫാഷൻ, ജ്വല്ലറി, പിന്നെ നമുക്ക് ഇതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ASUS, Acer, അതേപോലത്തെ ലാപ്ടോപ്പ് ടെക് കമ്പനികൾ, അങ്ങനത്തെ കുറേ ബ്രാൻഡുകൾ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ കൊച്ചി വരുവാണെങ്കിൽ ഡൈക്കറ്റ് സ്മാർട്ടിൻ്റെ കൂടെ തന്നെ എന്തായാലും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ലുലു മോള്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറേ ആൾക്കാരും ലൈക്ക് നമ്മുടെ കേരളത്തിലുള്ള കുറേ ആൾക്കാരും നമ്മുടെ ഈ കൊച്ചിയിലെ ലുലു മോൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ എന്തോ എനിക്ക് മാത്രം ഇതുവരെയായിട്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. പക്ഷേ എന്നാലും ഐ ആം സോ ഗ്ലാഡ് ദാറ്റ് എനിക്ക് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്യാൻ പറ്റിയല്ലോ എന്ന്. പിന്നെ ഞങ്ങൾ ഏറ്റവും മേലത്തെ ഫ്ലോറിൽ പോയിട്ടോ. ഞങ്ങൾ വിചാരിച്ചു ഇവിടുന്ന് KFC എന്നൊക്കെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന്. ഞങ്ങൾ ഉച്ചയ്ക്കൊന്നും കഴിക്കാതെയാണ് ഞങ്ങൾ ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. 1 മണിക്ക് ട്രെയിൻ കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊന്നും ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഞങ്ങൾ രാത്രി ആകുമ്പോഴേ അവിടെ എത്തുള്ളൂ. അതുകൊണ്ട് KFC എന്തെങ്കിലും വാങ്ങിച്ച് തിന്നാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എന്നാലും ട്രെയിനിന് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഇവിടെ വേറൊരു പ്രശ്നം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീക്കെൻഡിലാണ് പോയത്, സൺഡേയിലാണ് പോയത്, അതുകൊണ്ടായിരിക്കാം. അതുമാത്രമല്ല ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് എറണാകുളത്തുള്ള എല്ലാവരും ഇവിടെ വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നതെന്ന് തോന്നുന്നു ലുലുവിലാന്ന്. അപ്പോൾ KFCയിലൊക്കെ നോക്കുമ്പോഴത്തേക്കും മൊത്തം ആൾക്കാരുണ്ട് അവിടെ. അകത്തോട്ട് കയറാൻ വേണ്ടിയുള്ള സ്ഥലം പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ മൊത്തം കറങ്ങിയിട്ട് ഇനിയിപ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ ഞങ്ങൾ കയറാൻ പോകുന്നത്. ഇപ്പം ഞങ്ങൾ ഫുഡ് കോർട്ടിലോട്ടാണ് കേട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫുഡ് കോർട്ടിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷേ എന്നാലും ഒരു ഗുണം ഉണ്ടായിരുന്നില്ല ഗൈസ്. അവിടെ എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര വിലയാണ്. പക്ഷെ എന്നാൽ ഈ കഴിക്കാമെന്ന് നോക്കിയാലോ അവിടെ സാധനങ്ങൾക്ക് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് അവർ കുറേ നേരമൊക്കെ എടുക്കുമെന്ന് പറയുന്നു ഒരു സാധനങ്ങൾക്കൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്നും ഒന്നും കഴിച്ചില്ല ഫുഡ് കോർട്ടിൽ ലൈക്ക് കുറേ ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സ് ഉണ്ടായിരുന്നു. ക്ലബ് സുലൈമാനി ഉണ്ടായിരുന്നു, ടാക്കോ ബെൽസ്. പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങൾ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് വന്നു ഹൈപ്പർ മാർക്കറ്റിൽ കയറാൻ വേണ്ടി. ഹൈപ്പർ മാർക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടി കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഇപ്പോൾ നടന്നു പോവുകയാണ്. പിന്നെ ഇവിടെ വന്ന് കുറച്ച് നടന്നപ്പോഴത്തേക്കുമാണ് ലുലുവിൽ വേറെ ഒരു മെക്ഡോണൾഡ്സ്. ഇപ്പം ഞാൻ കുറച്ച് നേരം മുന്നേ അവിടെ ആലുവയിൽ നിന്ന് കയറിയപ്പോഴത്തേക്കും അവിടെ ഒരു മെക്ഡോണൾഡ്സ് കണ്ടു. ഇപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു മെക്ഡോണൾഡ്സ്. അപ്പോൾ കൊച്ചിയിൽ മൊത്തം എന്തോരം മെക്ഡോണൾഡ്സ് ഉണ്ട്. ഇത്രയും മെക്ഡോണൾഡ്സൊക്കെ കൊച്ചി വെക്കാമെങ്കിൽ പിന്നെ കണ്ണൂരിൽ ഒരു മെക്ഡോണൾഡ്സ് എങ്കിലും വെച്ചുകൂടെ അവർക്ക്. കണ്ണൂരിലെ ആൾക്കാരെല്ലാവരും ഒരു മെക്ഡോണൾഡ്സിന് വേണ്ടി ക്രേവ് ചെയ്യുകയാണ്. അതുകൊണ്ട് പ്ലീസ് മെക്ഡോണൾഡ്സ്, പ്ലീസ് ഹിയർ അവർ വോയിസ്.
അപ്പോൾ ഏതെങ്കിലും കേട്ടിട്ട് മെക്ഡോണൽഡ്സ് ഞങ്ങളുടെ കണ്ണൂരിൽ ഒരു പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങട്ടെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറിയിട്ട് ഞങ്ങളുടെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ഹോട്ട് ഫുഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലൈക്ക് ബിരിയാണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൈഡ് റൈസോ അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളിവിടെ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയത്. അവിടെ ചെന്നപ്പോഴത്തേക്കാണ് ഗൈസ് ഇവിടെ ഒന്ന് സൂചി വീഴാൻ വേണ്ടിയുള്ള സ്ഥലം പോലും ഇല്ലാതെ ഇവിടെ അധികം തിരക്ക് കാണുന്നുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു സാധനം വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷെ ആ സൈഡിലോട്ട് മൊത്തം ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഞങ്ങൾ എത്തിപ്പിടിച്ച് അവിടുന്ന് 2 ബിരിയാണി വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് പോന്നു ഗൈസ്. എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു അവിടെ ട്രെയിനിൽ കയറിയിട്ട് കഴിക്കാമെന്ന്. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരു മിറാൻഡയും പിന്നെ 2 ആപ്പി ഫിസ്സും വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരേ ഒരു ഓട്ടമായിരുന്നു. നേരെ ഇവിടുന്ന് 2nd ഫ്ലോറിലോട്ട് ചെന്നിട്ട് അവിടുന്ന് മെട്രോ കയറി എടപ്പള്ളിയിൽ നിന്ന് നേരെ ആലുവ ഇറങ്ങി അവിടുന്ന് ഓട്ടോ പിടിച്ച് എങ്ങനെയൊക്കെയോ ഞങ്ങൾക്ക് നേത്രാവതി എത്തി. ഞങ്ങൾ എന്തോ ഭാഗ്യത്തിന് അവിടെ കുറേ പേര് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചധികം നേരം അവിടെ 3 മിനിറ്റ് ആയിരുന്നു നിൽക്കാൻ വേണ്ടി അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് എന്തോ ഭാഗ്യത്തിന് 10 മിനിറ്റോളം അവിടെ വെച്ചു. കുറേ ആൾക്കാർ ഞങ്ങളെപ്പോലെ തന്നെ അവിടെ ഓടിയാണ് കയറിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് എങ്ങനെയൊക്കെയോ അവിടെ കയറിയിട്ട് ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടി. അല്ലെങ്കിൽ ഞങ്ങളുടെ ട്രെയിൻ പോയേനെ. ഞങ്ങൾക്കാണെങ്കിൽ റിസർവേഷൻ സീറ്റ് ആ ട്രെയിനിലുള്ളതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയൊക്കെയോ ട്രെയിൻ കിട്ടി. അവിടെ കയറിയപ്പോൾ ആണെങ്കിൽ ഞങ്ങൾക്ക് സ്ലീപ്പർ ലോബിയിലൊക്കെ ലൈക്ക് നമുക്ക് ജനറലിലെല്ലാം കാണാൻ പറ്റുന്ന പോലെ കുറേ ആൾക്കാർ തിങ്ങിക്കൂടി നിൽക്കുമായിരുന്നു. ലൈക്ക് കണ്ണൂരിലൊന്നും ഇതേപോലെ ഇതുവരായിട്ടും കണ്ടിട്ടില്ല. കൊച്ചിയിലല്ലേ ഇതേപോലെയാണോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ഇത്രയും നേരത്തെ ഈ ഉച്ചയ്ക്കൊക്കെ തന്നെ ഇങ്ങ് തിരിച്ചു പോകേണ്ട ആവശ്യം എന്താണെന്ന്. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കണ്ണൂർ ചെന്നിട്ട് ഒരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ട്രെയിൻ കയറാമെന്നായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ആ ഹൗസ് വാമിംഗ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇത്രയും ഉച്ചയ്ക്ക് പോകുന്നത്. രാത്രിയായിരുന്നു ഫങ്ഷൻ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് കണ്ണൂരിലെത്തി. ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ട് ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. എന്നിട്ട് അവിടെ നിന്നാണ് ഞങ്ങളുടെ ടമ്മീനെ നമുക്കൊന്ന് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.